മതനിരപേക്ഷതയും വർഗീയമായ മതപരതയും ഇന്ത്യയിൽ എക്കാലവും ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഭരണഘടനാ അസംബ്ലിയിൽ പോലും അത് പ്രകടവുമായിരുന്നു. ഭരണഘടന ദൈവത്തിൻ്റെ പേരിൽ സമർപ്പിക്കണമെന്ന് വാദം വോട്ടിനിട്ട് തള്ളിയ പാരമ്പര്യമാണ് ഭരണഘടനാ അസംബ്ലിയുടേത്. അന്ന് ദൈവത്തിന് 41 വോട്ടും മതനിരപേക്ഷതയ്ക്ക് 68 വോട്ടുമാണ് കിട്ടിയത് എന്ന ചരിത്രം നമ്മൾ മറന്നുകൂടാ. അതായത് ഇൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് വേണം നമ്മുടെ മതനിരപേക്ഷ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ വരേണ്ടത്, അങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്ന അഭിപ്രായം ചില ആളുകൾക്കുണ്ടായിരുന്നു. പക്ഷേ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് ആമുഖം ആരംഭിച്ചത് എന്ന് നമുക്കറിയാം. അന്ന് ഈ ആദ്യം പറഞ്ഞ ദൈവത്തിന് 41 വോട്ടും മതനിരപേക്ഷതയ്ക്ക് 68 വോട്ടും കിട്ടിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരണഘടന ആമുഖം ഉണ്ടായത്, ഭരണഘടന ഉണ്ടായത് എന്ന ചരിത്രം നമ്മൾ ഇടയ്ക്കിടെ ഓർത്തെടുക്കണം. ആ കരുത്തും ദർശനവും ഇന്ത്യൻ ഭരണഘടനയിൽ നിരീനമാണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിപ്പടവുകൾ മതേതരത്വത്തിനും സോഷ്യലിസത്തിനും ഊന്നിയതാണ്. അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞില്ലെങ്കിൽ കൂടി അതിനെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള മറുപടി ഉച്ചത്തിൽ ആ ഭരണഘടനാ ആമുഖം വായിക്കുക എന്നതാണെന്ന് RDX കരുതുന്നു. തർക്കത്തിലിരിക്കുന്ന വാചകത്തിന് ശേഷമുള്ള ഭാഗമായാലും മതി. തർക്കമൊന്നുമില്ല, ഇവരുന്നയിച്ചിരിക്കുന്ന ഈ കാര്യത്തിന് ശേഷമുള്ള ഭാഗമായാലും മതി. ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസര സമത്വം എന്ന് തുടങ്ങുന്ന ആ വാചകങ്ങൾ എന്നേക്കുമായി കണക്ക് കൂട്ടിയെഴുതിയ ഈ ആമുഖ ഖണ്ഡികയിലെ ഓരോ വാക്കിൻ്റെയും അർത്ഥവ്യാപ്തിയിൽ ആഴത്തിൽ അടിയുറച്ചിരിപ്പുണ്ട് ഇന്ത്യൻ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും.